പതിനൂറ്റാണ്ടിലേറെയായി നടനായും രാഷ്ട്രീയ പ്രവർത്തകനായും നിർമ്മാതാവുമായുമെല്ലാം തെന്നിന്ത്യൻ സിനിമയിൽ നിറസാന്നിധ്യമായാണ് ആർ. ശരത് കുമാർ. തമിഴ്, തെലുങ്ക്, മലയാളം, കന്നഡ, ഹിന്ദി എന്നിങ്ങനെ നിരവധി ഭാഷകളിലായി ഇതിനോടകം 145-ലധികം സിനിമകളിൽ നടൻ അഭിനയിച്ചു കഴിഞ്ഞു. പത്രപ്രവർത്തകനായി ഔദ്യോഗിക ജീവിതം ആരംഭിച്ച ശരത് കുമാർ കോളേജ് പഠനകാലത്ത് ബോഡി ബിൽഡറായിരുന്നു. സിനിമയിൽ നിന്നും ഒന്നും ഇദ്ദേഹത്തിന് എളുപ്പം ലഭിച്ചിട്ടില്ല. കഠിനാധ്വാനം കൊണ്ട് മാത്രമാണ് തമിഴിലെ മികവുറ്റ നായക നടന്മാരുടെ പട്ടികയിൽ ശരത് കുമാർ എത്തിയത്. വില്ലനായിട്ടാണ് തുടക്കം. വർഷങ്ങളെടുത്തു നായികവേഷം ലഭിക്കാൻ ഇപ്പോൾ സിനിമകൾ തിരഞ്ഞെടുക്കുന്നതിൽ വളരെ ശ്രദ്ധ പുലർത്തുന്നുണ്ട് താരം. നല്ല സിനിമകളിലും കഥാപാത്രങ്ങളാണ് ശരത് കുമാറിന്റെ ഇപ്പോഴത്തെ ലക്ഷ്യം. മകൾ വരലക്ഷ്മിയും തമിഴ് സിനിമയിൽ അഭിനേത്രിയായി വളരുകയാണ്. അച്ഛനെ പോലെ വില്ലൻ വേഷവും വരലക്ഷ്മി അസലായി കൈകാര്യം ചെയ്യുന്നു. ഇപ്പോൾ ഇതാ ശരത് കുമാർ കഴിഞ്ഞ ദിവസം തമിഴ് യൂട്യൂബ് ചാനലിൽ നൽകിയ അഭിമുഖം സോഷ്യൽ മീഡിയയിൽ തരംഗമായിരിക്കുകയാണ്. കുടുംബത്തെക്കുറിച്ചും 70-ലും ഫിറ്റ്നസ് നിലനിർത്തുന്നതിനെക്കുറിച്ചും നടൻ അഭിമുഖത്തിൽ വാചാലനായി 2 തവണ ശരത് കുമാർ വിവാഹിതനായിട്ടുണ്ട്. ആദ്യ ഭാര്യ ഛായ ദേവിയുമായുള്ള ബന്ധം വേർപ്പെടുത്തിയ ശേഷമാണ് രാധിക ശരത് കുമാറിന്റെ ജീവിതത്തിലേക്ക് എത്തുന്നത്. രാധികയുടെ 3ാമത്തെ ഭർത്താവാണ് ശരത് കുമാർ. ശരത് കുമാറിന് ഛായയിൽ പിറന്ന മകളാണ് നടി വരലക്ഷ്മിയും സഹോദരി പൂജയും. രാധികയെ ശരത് കുമാർ രാഹുൽ എന്നൊരു മകനുണ്ട്. 2ാം ഭർത്താവിന് റിച്ചാർഡ് ഹാൻറി, രാധിക റീന ഹാൻറി എന്നൊരു മകളുമുണ്ട്. ഈ മകളും രാധികയുടെ സംരക്ഷണത്തിലാണ്. അടുത്തിടെയായിരുന്നു വരലക്ഷ്മിയുടെ വിവാഹം. ബിസിനസ്സുകാരനായ നിക്കോളായി സച്ദേവനാണ് വരലക്ഷ്മിയുടെ വിവാഹം ചെയ്തത്. വിവാഹമോചിതയും ഒരു പെൺകുട്ടിയുടെ അച്ഛനുമാണ് നിക്കോളായി. നീണ്ട വർഷങ്ങൾക്ക് ശേഷം പ്രണയത്തിലൊടുവിലാണ് നിക്കോളായും വരലക്ഷ്മിയും വിവാഹിതരായത്. കുടുംബത്തിന്റെ പൂർണ്ണ പിന്തുണ വരലക്ഷ്മിക്കുണ്ടായിരുന്നു. 2 ഭാര്യമാർക്കും മക്കൾക്കുമൊപ്പം വരലക്ഷ്മിയുടെ വിവാഹം ശരത് കുമാർ അടിച്ചുപൊളിക്കുന്ന വീഡിയോ വൈറലായിരുന്നു. 2 ഭാര്യമാർക്കും മക്കൾക്കുമൊപ്പം ഒരുമിച്ചാണ് ശരത് കുമാറിന്റെ ദിവസവും യാത്രകളും. ഞാൻ എൻ്റെ ആദ്യ ഭാര്യയുള്ള ബന്ധം വേർപ്പെടുത്തി. 2ാമത് വിവാഹം കഴിച്ചു. ഞങ്ങൾ സൗഹൃദപരമായിട്ടാണ് പിരിഞ്ഞത്. രാധികയുടെ വിവാഹം കഴിച്ചെങ്കിലും ആദ്യ ഭാര്യയും മക്കളും ഞങ്ങളും എല്ലാം ഒരുമിച്ചാണ്. എൻ്റെ ആദ്യ ഭാര്യ ഞങ്ങളോടൊപ്പമുള്ളതിൽ എൻ്റെ 2ാമത്തെ ഭാര്യയ്ക്ക് ഒരു അസ്വസ്ഥതയും അനുഭവിക്കുന്നില്ല എന്നാണ് വസ്തുത. സത്യത്തിൽ രാധിക എന്നോട് ഒരുപാട് സഹായിച്ചു. ശരത് കുമാറിന് മക്കളുണ്ടെങ്കിൽ അവർ 2ആളെയും നോക്കുന്നത് രാധിക ഞാനാണ്. അങ്ങനെയാണ് വരലക്ഷ്മിയുടെ വിവാഹത്തിലും ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് പങ്കെടുത്തു. രാധിക പൂർണ്ണ സഹകരണം നൽകിയിട്ടുണ്ട്. എല്ലാം രാധിക മനസ്സിലാക്കി. അംഗങ്ങളെല്ലാം തമ്മിൽ അഡ്ജസ്റ്റിംഗ് ജീവിക്കുന്നത് നന്നായി ജീവിക്കണം, എല്ലാം സന്തോഷമായിരിക്കണം, നല്ലൊരു ഫാമിലിയായി ഭാഗമായി എന്നതിൽ നന്ദി പറയുന്നു വരലക്ഷ്മി. എനിക്ക് വരലക്ഷ്മിയോട് പ്രത്യേക സ്നേഹമുണ്ടെന്നാണ് മറ്റെല്ലാ മക്കളും കരുതിയത്. അത് സത്യമല്ല. എനിക്ക് എല്ലാ മക്കളും ഒരേപോലെയാണ്. മക്കളാരും സ്റ്റാർ കിഡ്സിനെ പോലെ പെരുമാറിയില്ല. സാധാരണ ലൈഫ് നയിക്കാൻ ഇഷ്ടപ്പെട്ടവരാണ്. ഓട്ടോയും ബസ്സിലും എല്ലാം യാത്ര ചെയ്യുന്നവരാണ്. ശരത് കുമാർ അവസാനിപ്പിച്ചു. ഓക്കെ, താങ്ക് യു.